നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊട്ടാരം പ്രതിനിധികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടിക്കാഴ്ച നടത്തും. യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കാത്തതാണ് പന്തളം കൊട്ടാരത്തിന്റെ അതൃപ്തിക്ക് പിന്നിൽ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് വേടനെ അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര എസ്പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. 18-കാരന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് റദ്ദാക്കി ഹൈക്കോടതി. ഹർജിക്കാരനായ 18-കാരനുമായുള്ള പ്രണയം തുടരാനാണ് ആഗ്രഹമെന്ന് പെൺകുട്ടി തന്നെ സത്യാമൂലം സമർപ്പിച്ച സാഹചര്യത്തിലാണ് പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കിയത്. സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കെ പഴയ സ്വർണത്തിനും ആവശ്യക്കാരേറുന്നു. ബാങ്കുകൾ വഴി തങ്കം ആവശ്യത്തിന് ലഭിക്കാതായതോടെ ചെറുകിട ജ്വല്ലറികൾ പഴയ സ്വർണം വിൽക്കാനെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മലപ്പുറത്ത് ടിക്കറ്റും രേഖകളും ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ശീതളപാനീയം കച്ചവടക്കാരൻ. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മലപ്പുറം താനൂരിൽ എത്തിയപ്പോഴാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവാവ് ചാടിയത്. താനൂർ പാണ്ടിമുറ്റം സ്വദേശി അഷ്കറിന് സാരമായി പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവുകൾ ലഭിച്ചു. അടൂർ കേന്ദ്രീകരിച്ച തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിന്റെ തെളിവുകളാണ് ലഭിച്ചത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ യഥാർത്ഥ കാർഡുകൾ ശേഖരിച്ചെന്നും ക്രൈംബ്രാഞ്ച്. കോൺഗ്രസ് സൈബർ പോരാളി നിസാർ കുംബ്ലിയുടെ നേതൃത്വത്തിൽ കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണം. മലപ്പുറം ചങ്ങരംകുളം വളയംകുളത്ത് വച്ചാണ് സംഭവം ഉണ്ടായത്. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസം നടന്ന സംഭവത്തിൽ ചങ്ങരംകുളത്തെ യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദത്തിൽ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന ഇരകൾ. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിച്ചു. DGP യോഗേഷ് ഗുപ്തക്കെതിരായ ഉന്നതതല അന്വേഷണത്തിൽ ചീഫ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് നൽകും. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. സ്റ്റേഷനിൽ മർദ്ദനമുണ്ടായ കുന്നംകുളം പോലീസിന് മാവോയിസ്റ്റ് ഭീഷണി. മാവോയിസ്റ്റ് നേതാവ് S. രാധാകൃഷ്ണന്റെ പേരിലാണ് ഭീഷണി കത്ത് ലഭിച്ചത്. പോലീസ് രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രവർത്തിക്കണമെന്ന് കത്തിൽ പറയുന്നു. പോലീസിന്റെ 3ാം മുറ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. BJPയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമെന്ന CPയുടെ രാഷ്ട്രീയ പ്രമേയം. BJPക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണെന്നും പ്രമേയത്തിൽ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ചെലവ് സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് വഴിയും കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിൽ 5ന്റെ പൈസ കിട്ടുമ്പോൾ എന്തിനാണ് അസ്വസ്ഥത ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പാലിക്കരയിൽ ടോൾ പിരിവിന് എന്നും അനുമതിയില്ല. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ടോൾ പിരിവിനെ കുറിച്ച് ആലോചിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. കേരള സർവകലാശാലയിലെ പദവി തർക്കത്തിൽ രജിസ്ട്രാർക്ക് തിരിച്ചടി. സസ്പെൻഷൻ നടപടിക്കെതിരെ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി തുടരും. ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ ആഭ്യന്തര വകുപ്പിലാണ് വീഴ്ചയെന്ന കുറ്റപ്പെടുത്തലുമായി CPIയുടെ പ്രവർത്തന റിപ്പോർട്ട്. ബുധനാഴ്ച ആലപ്പുഴയിൽ തുടങ്ങുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഇങ്ങനെയുള്ളത്. ലക്ഷദ്വീപിൽ റോഡരികിലുള്ള തെങ്ങിലെ തേങ്ങ പറിക്കുന്ന 24 മണിക്കൂർ മുൻപേ അനുമതി തേടണമെന്ന ഉത്തരവ്. ആന്ത്രോന്ത് കൽപ്പേനി ദ്വീപുകൾക്കാണ് ഉത്തരവ് ബാധകം. ആന്ത്രോന്ത് ഡെപ്യൂട്ടി കളക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുതിപ്പിനൊടുവിൽ കിതച്ചു താഴ്ന്ന പച്ചത്തേങ്ങയുടെ വില വീണ്ടും ഉയരുന്നു. 73 രൂപയാണ് തിങ്കളാഴ്ച പൊതുമാർക്കറ്റിൽ 1 കിലോ പച്ചത്തേങ്ങയുടെ ചില്ലറ വിൽപ്പന വില. വിപണിയിൽ തേങ്ങയുടെ വരവ് കുറഞ്ഞതോടെ ഇനിയും വില ഉയരാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. പരാതികളിലും അപേക്ഷകളിലും ഇനി മന്ത്രിമാരെ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന സർക്കുലർ. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പിന്റേതാണ് നിർദ്ദേശം. സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാശാസ കേന്ദ്രത്തിൽ ലൈംഗിക ബന്ധത്തിനായി പണം നൽകുന്നയാളുടെ പേരിൽ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കുമെന്ന ഹൈക്കോടതി. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് 2021 അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരമെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 3ാം പ്രതി നൽകിയ ഹർജി ഭാഗികമായി അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് VG അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്താനും ഇകഴ്ത്താനും സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർ പാർട്ടി വിരുദ്ധരെന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ഇവരെ നിയന്ത്രിക്കാൻ KPCC നടപടി സ്വീകരിക്കണമെന്നും ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടു.
പാലക്കാട് പുതുപ്പെരിയാറത്ത് യുവതിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മട്ടുമാന്ത ചോളാട് സ്വദേശിനി മീരയാണ് മരിച്ചത്. ഇന്നലെ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് മീര വന്നിരുന്നു. ഇതിനുശേഷം രാത്രി 11 ഭർത്താവ് അനൂപ് എത്തി കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നും ഇതിനുശേഷമാണ് മീര മരിച്ചതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹപാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്വർണ്ണപാളി കോടതി അനുമതിയില്ലാതെ നീക്കിയത് ശരിയായില്ല. കോടതിയുടെ അനുമതി നേടാൻ ആവശ്യത്തിന് സമയം ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നുവെന്നും ഹൈക്കോടതി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്ന വോട്ടിൽ ചോർച്ചയുണ്ടായതിന്റെ ഞെട്ടലിൽ പ്രതിപക്ഷം. വോട്ട് ചോർച്ചയുണ്ടായത് AAP, ശിവസേന, ഉദ്ധവ് താക്കറെ പാർട്ടികളിൽ നിന്നാണെന്ന ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. വ്യാപാര കരാറിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ശങ്കർ രാമകൃഷ്ണന്റെ തിരക്കഥയിൽ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉറുമി. പൃഥ്വിരാജ് നായകനായ ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരുന്നത്. 2011 റിലീസ് ചെയ്ത സിനിമയ്ക്ക് 2ാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമയുടെ തിരക്കഥാകൃത്തും നടനും കൂടിയായ ശങ്കർ രാമകൃഷ്ണൻ. ഇതോടെ ന്യൂസ് at 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.